തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും സൗജന്യ ചികിത്സ ലഭിക്കുന്ന പത്തനംതിട്ട ESI ഡിസ്പെൻസറി ആശുപത്രിയായി ഉയർത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പത്തനംതിട്ട സബ് സ്റ്റേഷന് എതിർവശത്ത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഡിസ്പെൻസറിയിൽ മരുന്നുകളുടെ ലഭ്യത കുറവും രോഗികളെ വലയ്ക്കുന്നുണ്ട്. ESI ആനുകൂല്യത്തിനായി പത്തനംതിട്ട ജില്ലയിൽ എത്തുന്നവർക്ക് ഒന്നുകിൽ കോട്ടയത്തോ അല്ലെങ്കിൽ കൊല്ലത്തോ പോകേണ്ട ഒരു ഗതികേടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ESI ഒരു ഡിസ്പെൻസറി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആശുപത്രി ഡിസ്പെൻസറി നിൽക്കുന്ന 19-ാം വാർഡിലെ നഗരസഭാ കൗൺസിലർ ആശ മോഹൻ രാജാണ്. മെമ്പറെ, എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ? ESI ഞങ്ങളുടെ ആവശ്യം പ്രധാനമായിട്ടും ഞങ്ങളുടെ ഈ ഡിസ്പെൻസറി ഒരു ജില്ലാ ആശുപത്രിയായിട്ട് ഉയർത്തണമെന്ന് തന്നെയാണ്. ഇവിടെ വളരെ ദൂരെ നിന്നാണ് ആളുകൾ വന്ന് ബുദ്ധിമുട്ടാണ്. സീതത്തോട്, ചിറ്റാർ അങ്ങനെയൊക്കെ ഉള്ളിടത്തു നിന്ന് തൊഴിലാളികളുടെ ക്ഷേമത്തിനായിട്ട് നടത്തുന്ന ESI ഡിസ്പെൻസറിയിൽ വരുന്നത്. ഇവിടെ മരുന്നുകൾ എല്ലാം തന്നെ ലഭ്യമല്ല. അതിന് അവർ കോട്ടയത്തും മറ്റും പോകേണ്ടതായിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മാത്രമേ ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പം അതിൻ്റെ പോരായ്മകളൊക്കെ നികത്തി ജില്ലാ ആശുപത്രിയായിട്ട് ഉയർത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. വാർഡ് കൗൺസിലർ എന്ന നിലയിൽ എൻ്റെയും ആവശ്യം അത് തന്നെയാണ്. മെമ്പറെ, ഇപ്പോൾ നമ്മുടെ ഈ സിവിൽ സ്റ്റേഷൻ്റെ ഈ കാലപ്പഴക്കത്താല് പുതുക്കി പണിയുകയും മറ്റ് സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നൊക്കെ ഉണ്ട്. പുതിയ സർക്കാരും ഒക്കെ വരുമ്പോഴേ ഇതിൻ്റെ ഒരു നഗരസഭയുടെ ഒരു നിവേദനം എന്ന നിലയിൽ ഏതെങ്കിലും ഒരു അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തിയാൽ കുറച്ച് ഗുണപ്രദമാവില്ലേ? തീർച്ചയായിട്ടും ജില്ലാ ടൗൺ സിറ്റി ആസ്ഥാനത്തേക്ക് തന്നെ മാറ്റി കിട്ടാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് ഗവൺമെന്റ് നടപടിയെടുക്കുമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ നമ്മുടെ ഇപ്പോൾ റാന്നി, ചിറ്റാറ്, വടശ്ശേരിക്കര, തണ്ണിത്തോടൊക്കെ ഉള്ള അവിടുന്ന് തന്നെ ഈ ആശുപത്രിയിലേക്ക് എത്തുമ്പോഴത്തേക്കിന് ചിലപ്പോൾ ഒരു 12 മണിക്ക് അടയ്ക്കേണ്ട ഒരു ഇതുണ്ടാവും. അപ്പോൾ ആ പ്രദേശത്തിലൂടെ കണക്കിലെടുത്തുകൊണ്ട് ദൂരെ വരുന്ന ആളുകളെ കൂടെ കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി കുറച്ചുകൂടി സമയം നീട്ടാനും ഡോക്ടർമാരെയും കുറച്ചുകൂടി അനുവദിക്കാനും എല്ലാം അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതുമായി ആശ്രയിച്ച് ബന്ധപ്പെട്ട് വരുന്നവർക്ക് ഏറെ പ്രയോജനം ചെയ്യും. അതിനുവേണ്ട നടപടികൾ എടുക്കണമെന്നാണ് 19-ാം വാർഡിലെ കൗൺസിൽ കൂടിയായിട്ടുള്ള ആശ മോഹൻ രാജ സർക്കാരിനോട് നിവേദനം നൽകുമെന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.